ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് പടവലങ്ങി ഉരുളക്കിഴങ്ങ് വെച്ചിട്ടൊരു കറിയാണ് കാണാൻ. അടിപൊളി ഒരു കറിയാണ്, തീയലാണ്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണട്ടാണ്. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, കേട്ടോ. നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയും ഷെയർ ചെയ്ത് കൊടുക്കണേ. കുറച്ച് വലുതാക്കി അരിയാണ് കേട്ടോ പടവലങ്ങ. So big pieces. നേരം പോയി ഗൈസ്, മഴ കാരണേ. ജസ്റ്റ് ഫോർ രസം നോക്കുന്നു. നന്നായി കഴുകിയതാണ് കേട്ടോ, മഞ്ഞപ്പൊടി വെള്ളത്തിലിട്ടിട്ട്. മുറിച്ചെടുക്കട്ടെ. ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ചെറിയൊരു മുറി തേങ്ങ കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് 2 ചെറിയ ഉള്ളി, തേങ്ങ ഒന്ന് വറുത്തെടുക്കട്ടെ. തേങ്ങ മൂത്ത് വന്നിട്ടാ, ഇത്രയും മതി. തീ കുറച്ച് വയ്ക്കുക. ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുക. 1.5 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഓഫാക്കട്ടെ. കുറച്ച് പുളി ഇട്ടാ, കുറച്ച് മതി. ആറിയിട്ട് നന്നായി അരച്ചിട്ട് വരാം. നമുക്ക് കറി വയ്ക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ്, 1 പടവലങ്ങാട്ടം, ഇതിലേക്ക് 1 സവാള, ഈ പടവലങ്ങ ഉരുളക്കിഴങ്ങും സവാളയൊന്ന് വഴണ്ട് തട്ടേട്ടാ. ശരി, എല്ലാം വഴണ്ട് വന്നു. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എനിക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒന്ന് വേഗമായിട്ട് അടച്ച് വെച്ചിട്ട് അപ്പോൾ ഈ തേങ്ങ അരച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ കഷ്ണങ്ങൾ വെന്താ നോക്കാം. കഷ്ണങ്ങൾ വെന്തു കൂട്ടാം. ഇനി നമ്മുടെ അരപ്പിട്ട് കൊടുക്കാം. കുറച്ചും കൂടി ചാറുകയായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒന്ന് തിളക്കട്ടെ. കറി അരപ്പ് വെച്ചിട്ട് തിളച്ചു കൂട്ടാം. ഇനി ഓഫാക്കുക. ഞാൻ താളിച്ചൊഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ അടിച്ചു കൊടുക്കുക. ചൂടാവട്ടെ എണ്ണ. കടുകിട്ട് കൊടുക്കുക. വറ്റൽ മുളക്, കറിവേപ്പില,
കറിയാണ് കേട്ടത്. പടവലങ്ങ ഉരുളക്കിഴങ്ങ് തീയൽ. ഇതേപോലെ വെക്കാത്തവരൊന്ന് വെച്ച് നോക്കട്ടെ, സൂപ്പർ ടേസ്റ്റാണ്. മുട്ട പൊരിക്കുകയാണ് കേട്ടോ. ഒന്ന് വേഗട്ടെ. ഏട്ടന് ചോറാക്കുക കേട്ടോ. പിന്നെ ഉണ്ണിക്ക് ഉള്ളി മൂപ്പിച്ച ചോറാണ് കേട്ടോ. സൂപ്പർ പടവലങ്ങ കറിയാണ് കേട്ടോ തീയൽ. ചൂട് മുട്ട വെന്തോ. അപ്പോഴേക്കും മുട്ട വന്നു. ഇത് രണ്ടാൾക്കും കുറേശ്ശെ ആക്കിട്ടാണ്. കണ്ടം തുണ്ടമായി മുറിച്ചിടുവേ. കേക്ക് ഏട്ടനെ പണിക്ക് കൊണ്ടുപോകാൻ. കേക്ക് അപ്പോൾ അവരെ അയച്ചു വിട്ടേ. ഏട്ടനെ പണിക്ക് അയച്ചു വിടാം, ഉണ്ണിനെ സ്കൂളിലേക്ക് അയച്ചു വിട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാട്ടാ. വിറക് വരില്ല കേട്ടോ. വിറക് വണ്ടിക്കാരൻ നോക്കി നിൽക്കണൊക്കെ. 3 മാസത്തിന് ശേഷം. 1 മാസം മേലെ 2 മാസം. ഇനി 1 മാസം വരെ വരില്ല അവർക്ക്. നനഞ്ഞിട്ടില്ല അല്ലേ? നനഞ്ഞിട്ടില്ല. ആ ചായ വെക്കണ്ട. പാൽ തിളക്കട്ടെ. മോട്ടർ ഫിറ്റ് ചെയ്ത് തന്നു കേട്ടോ. അന്ന് രാവിലെ പുതിയ മോട്ടറിൻ്റെ വിലയായി ഇതിന്. കേടുവരാൻ വേഗമായി. 2 ദിവസം 3 ദിവസം വെള്ളമില്ലാണ്ട് ഞങ്ങൾ കോരി മതിയായി. ഞാൻ എന്നിട്ട് കവർ അതിൻ്റെ മേലെ വെച്ച് മൂടിയിരിക്കണം. വെള്ളം ഇറങ്ങണ്ടെന്ന് പറഞ്ഞവർ കവർ കെട്ടി കൊടുത്താണ് കേട്ടോ. ഇന്ന് രാവിലെ 10 മണി വരെ നല്ല മഴയായിരുന്നു കേട്ടോ. പിന്നെ നല്ല വെയിലുണ്ടായി. മഴ പെയ്ത 10 മണി വരെ? 10 മണി വരെ മഴ പെയ്തു. ഞാൻ ഒന്നും അറിഞ്ഞില്ല. ഞാൻ മഴയത്താണ് തലയിൽ തുണിയൊക്കെ കെട്ടിയിട്ട് തിരുമ്പിയത്. ഉണ്ണിൻ്റെ യൂണിഫോമൊക്കെ മേടിച്ചു. എന്തായാലും നാളെ സ്കൂളിലല്ലോ. ഞാൻ വെയിലുണ്ടാവില്ല എന്ന് തന്നെ വിചാരിച്ചു. തുണിയൊക്കെ ഒന്ന് ഏകദേശം ഉണങ്ങിയിട്ടാ. തുണിയൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ. ബൈ ബൈ. സീ യു. വിറകുണ്ടോ? വിറക്